ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗും റൈഡ്സ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തവും നമ്മുടെ ഒരു വെറൈറ്റി സംഭവങ്ങളാണ്. നമ്മുടെ ഗും റൈഡ്സിനെ കാണാനായിട്ട് നമ്മുടെ സ്വന്തം ഇപ്പോഴത്തെ ഇടുക്കിയിലെ അത്യാവശ്യം ഫേമസ് ആയ നമ്മുടെ എം.ജെ. കുര്യൻ സ്റ്റാൻഡപ്പ് കോമഡിയൻ. അപ്പം പുള്ളിയുടെ എന്നെ കാണാനും വരുന്ന ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പുള്ളി വരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പരിപാടികളൊക്കെയാണ് ഇന്നത്തെ. എല്ലാവരും കാണുക. എന്നാ ഉണ്ട് അളിയ വിശേഷം? എത്ര ദിവസമായി കണ്ടിട്ട്? നല്ല വിശേഷം കളിയാ. നീ എന്നാണ് ദുബായിൽ നിന്ന് വന്നത്? മിനിങ്ങായിരുന്നു അളിയാ. നീ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന സാധനം ഒറ്റയ്ക്ക് അടിച്ച് നീ മിനിങ്ങിയിരിക്കുന്നു, നമ്മളിവിടെ വെറുതെ ഇരിക്കുന്നു. എവിടെ മിനിങ്ങായിരുന്നല്ല പറഞ്ഞേ, മിനിങ്ങാന്നാ ഞാൻ വന്നേന്ന്. അത് പറ, മിനിങ്ങാന്ന് വന്നു പറഞ്ഞു. അവൻ അങ്ങനെ കേൾക്കുള്ളല്ലേ. അളിയ, നിന്റെ ഈ 2 കാലിലും 4 കാലിലും വിടുന്ന ഈ തുരുമ്പിന്റെ ശേഖരത്തിന്റെ കഥ പറയുന്ന ഗുമ്മിരിദേശിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ പലതവണ കണ്ടു. പക്ഷെ എനിക്ക് ഇന്നാണ് കാണാൻ പറ്റിയത്. അല്ല, ഇത് സാർ എങ്ങനെയാ വായിച്ചത്? ഗുമ്മിരിദേശ് എടാ, ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മോട്ടിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ പേരാണ് ഇത്, ഗും റൈഡ്സ്. പറഞ്ഞേ, ഗും റൈഡ്സ്. ഗും റൈഡ്സ് നല്ല വായിക്കില്ലോ. അതാണ് ഇത്. അത് പറ. നിനക്ക് പണ്ട് ഇംഗ്ലീഷ് നല്ല ബോധ്യമാണല്ലോ. അതല്ല അളിയാ, നീ എന്നെ കാണാൻ അതങ്ങോട്ടിരിക്കട്ടെ. നീ എന്നെ കാണാൻ വന്നാണോ അതോ നമ്മുടെ ഗും റൈഡ്സിന്റെ ഐറ്റംസ് കാണാൻ വന്നാണോ? എടാ, നിന്നെ ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നുണ്ടല്ലോ. എനിക്ക് കണ്ടത് ഇത് ഐറ്റം വേറെ ഇരിക്കുന്ന ഇവന്മാരെയാണ് കണ്ടത്. ഇവന്മാരിൽ ഒരുത്തിനെ എടുത്തോണ്ട് നമ്മൾ നേരെ കുന്നിന്റെ മണ്ടയിലേക്ക് വെച്ച് പിടിക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇവനെ അങ്ങോട്ട് പുറത്തേക്ക് അഴിച്ച് വീടളിയാ, 10 പേര് കാണട്ടെ. പിന്നല്ലാതെ അവനെ അഴിച്ചു വിട്ട് നാട്ടുകാരെ കാണിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അല്ലാതെ RX-100 അപ്പം 11 സെൻട്രസിനെ തള്ളി ഇങ്ങോട്ട് വിട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കോളേജ് സ്കൂൾ അല്ലെ. ഇവന്റെ പ്രായം മാത്രം പറഞ്ഞില്ല. ഇവന്റെ പ്രായമാണ് ഇവിടെ പച്ച വെണ്ടയ്ക്ക മുഴുപ്പ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഡാൻ എന്നുള്ള എൻ്റെ പേരിന്റെ ഷോട്ടും ഡൈനീഷ് എന്നുള്ള എൻ്റെ ഷോട്ട് ഡാൻ. ഇത് 95 മോഡൽ ജീപ്പാണിത്. 95 വയസ്സുണ്ടോ അവന്? ഇവൻ എന്നാ പറഞ്ഞാലും പ്രശ്നം. എടാ, 95 വയസ്സാണ്. 1995 മാനുഫാക്ചർ. ഞാൻ വിചാരിച്ചു 95 അവൻ, 92 ഇവൻ, 86 ഇവൻ. ഇത്രേ ഉള്ളടാ. വലിയ ശേഖരവും നമ്മളെ മലയുടെ മണ്ടലേക്ക് വെച്ച് പിടിക്കാം. അപ്പം കളിപ്പാറ മല. യെസ്. മോനെ കേറ്, നമുക്ക് വണ്ടി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ ആ കള്ളിപ്പാറ മല നമ്മൾ കയറി കഴിഞ്ഞു. അവിടെ എത്തി നേരെ നമ്മുടെ പുലിക്കുട്ടനെ കമ്പനിയിൽ അവിടെ കൊണ്ട് ഇട്ടു. ഈ അടുത്ത് തന്നെ നമ്മുടെ മിസ്റ്റർ ജോബി വിധേയത്തിൽ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പുള്ളിക്കാരനെ എനിക്കൊന്ന് മീറ്റ് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടാകും. ഞങ്ങൾ ഫോണിൽ സംസാരിച്ചായിരുന്നു. പുള്ളി കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും വേണ്ടില്ല, പുള്ളി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പം കള്ളിപ്പാറ മലയുടെ ഈ അമ്പലമായിട്ട്, ഇവിടെ അമ്പലമാണ് തൊട്ടടുത്തുള്ള, ഈ അമ്പലമായിട്ട് ചുറ്റിപ്പറ്റി ഇവിടെ ഒരുപാട് മുനിയറകളും, അതായത് ഒരുപാട് തിരുശേഷിപ്പുകൾ, പണ്ട് പ്രാചീന കാലം മുതലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉറങ്ങിക്കിടപ്പുണ്ട്. അത് പുള്ളി കുറേയൊക്കെ തപ്പിയെടുക്കാൻ ശ്രമിച്ചു. അന്ന് വേണ്ട മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് പുള്ളി അങ്ങനെയാണ് വീഡിയോ ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ പുള്ളി വീണ്ടും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പുള്ളിയുടെ ചാനലിലോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കാണണം, അത് മിസ് ചെയ്യല്. സൂപ്പർ മഴ കേട്ടോ. ഈ നമുക്ക് പുറത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റുമെന്നില്ല. അല്ലേ, ഞാൻ അളിയനെ കാണുമ്പോൾ ഉണ്ടല്ലോ ചോദിക്കണം വിചാരിച്ചിരിക്കുന്നു. ഒരു സാധാരണക്കാരന് ഒരു ജീപ്പ് മേടിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മേടിക്കാൻ പൈസ മുടക്കി മേടിക്കുന്നതൊക്കെ അഫോർഡബിൾ ആയിരിക്കുമോ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, അതിനെക്കുറിച്ച് അളിയൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. എൻ്റെ എക്സ്പീരിയൻസ്, മൈ ജീപ്പ് ലൈഫ് എന്ന് വേണേൽ പറയാം. അപ്പം എനിക്കിതിനോടുള്ളൊരു, ഈ വണ്ടികളോടൊന്നല്ല വിൻറ്റേജ് വണ്ടികളോടെല്ലാം എനിക്കൊരു അഭേദ്യമായ പ്രണയമുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം മേടിച്ച വണ്ടിയാണ് ജീപ്പ്. അതിന് ശേഷമാണ് ആ
RX-100ഉം ചേതക്കും അങ്ങനെ ബൈക്കിലോട്ടൊക്കെ പോയി. അപ്പോൾ ഈ ഒരു വണ്ടി മേടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഒരു ജീപ്പ് മേടിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ബോഡിയാണ്. ബോഡിയുടെ കണ്ടീഷനാണ് ഫസ്റ്റ് നോക്കേണ്ടത്. അതായത് ഇത്രയും 95 മോഡലാണ് ഈ വണ്ടി. ഏകദേശം നമ്മൾ നോക്കാൻ പോകുന്ന വണ്ടികൾ പഴയ ജീപ്പുകൾ ഉദ്ദേശിക്കുമ്പോൾ അല്ലെ താറിലോട്ടൊക്കെ പോയാൽ മതിയല്ലോ. പക്ഷേ ഈ ഗ്രഹാതുരത്ത് ഉണർത്തുന്ന ഈ സാധനം മേടിക്കുന്നതും താറും തമ്മിൽ അത് പലരുടെ മൈൻഡിലാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. യെസ്. അപ്പം ഇങ്ങനെ ഒരു വണ്ടി മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം നോക്കേണ്ടത് ബോഡിയുടെ തുരുമ്പ്, അത് ബോഡി പണിതിട്ടാ നിൽക്കുന്നതാണോ അല്ലെങ്കിൽ ചെറിയ പാച്ച് വർക്കൊക്കെ ഉള്ളോ അതുകൊണ്ട് നിൽക്കുന്നതാണോ എന്ന് ആദ്യം വിലയിരുത്തുക. അത് ഇപ്പോൾ സ്വന്തമായിട്ട് അറിവില്ലെങ്കിൽ ഒരു മെക്കാനിക്കുമായിട്ട് ചർച്ച ചെയ്തോ അല്ലെങ്കിൽ കൂട്ടുകാർക്കൊക്കെ പലർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ അവരുമായിട്ട് നോക്കിയിട്ട് അത് നോക്കുക. ജീപ്പിൻ്റെ എൻജിൻ വർക്ക്, ഗിയർ, അതുപോലുള്ള സസ്പെൻഷൻ, മറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമല്ല. മറ്റ് കാറുകളുടെ പോലെ ഇത് പോയിട്ട് കുറച്ച് ഓടിച്ചുകൊണ്ട് നടന്നോർത്ത് കൂടുതലൊന്നും വലിയ സംഭവിക്കാനൊന്നും ഇല്ല. പക്ഷേ അങ്ങനെ ചെയ്യരുത്. അത് ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ ഇപ്പം നമുക്ക് അഫോർഡബിൾ അല്ല, ഒറ്റയടിക്കൊരു പൈസ ഉണ്ടായില്ല, കുറച്ച് കാലത്ത് കഴിഞ്ഞിട്ട് പണിതാൽ മതി എന്നൊക്കെ വെച്ചാൽ അതിനൊക്കെ പറ്റുന്നൊരു വണ്ടിയാണ്. 1,60,000 രൂപയ്ക്ക് വണ്ടി മേടിക്കുന്നു. അന്നേരം വേറെ ഒന്നുമില്ല, ഈ ബോഡി ഒന്നുമില്ല, ഇതിൻ്റെ മുകളിലോട്ടുള്ള ഫ്രെയിമോ ഒന്നുമില്ല. അറിയാലോ ടാറടിക്കുന്ന വണ്ടിയുടെ ഒരു അവസ്ഥ. അപ്പോൾ അത് വാങ്ങിച്ചു. അങ്ങനെ ആ ഒരു സംഭവം നമ്മൾ വാങ്ങിച്ചിട്ട് പിന്നെ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിം വാങ്ങിച്ചു, സീറ്റ് രണ്ടും കയറ്റി. പിന്നെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെയിൻറ്റിലോട്ടാണല്ലോ അടുത്ത് പോകേണ്ടത്. കാരണം മെക്കാനിക്കലി ഈ വണ്ടി ഫിറ്റായിരുന്നു. അതുകൊണ്ട് മെക്കാനിക്കലി എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഗ്രീസ് അടിക്കണം, മറ്റു കാര്യങ്ങൾ, ചെറിയ ബുഷ്, കുഞ്ഞു പണികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഈ വണ്ടി ഇപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനാണ്. ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ഒന്നും ചെയ്യില്ല. ശരിക്കും ഈ വണ്ടി എനിക്ക് വില്ലീസിലോട്ടോ മറ്റേതിലേക്കും മോഡിഫിക്കേഷൻ ചെയ്യാമായിരുന്നു. ഞാനത് ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ജീപ്പ് ആ ഒരു ലെവലിൽ തന്നെ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ തൂങ്ങി നിന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഇത് ചെയ്തു. അപ്പോൾ ഈ ജീപ്പ് ഞാൻ 1,70,000 മേടിച്ചു. മൊത്തം പണിയും കഴിഞ്ഞ് ഏകദേശം ഒരു 3 രൂപ ആയി. ഗൈസ്, ഞാൻ ഇന്ന് നമ്മുടെ ഡൈനീഷിനെ കാണാനും ഡൈനീഷിൻ്റെ ഗുംറൈഡ്സിൻ്റെ വിശേഷങ്ങൾ കാണാനുമാണ് വന്നത്. പക്ഷേ ഈ മഴ കുറച്ച് ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ഗുംറൈഡ്സിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. ഗുംറൈഡ്സ് ഓൺ ദ വേ.